സാധനമാണ് ബെല്ലാരിയാണ്. ഒരു അമ്പത് സെറ്റ് സാധനമാണ്. ഇപ്പോൾ ഇടുക്കി ഗോൾഡ് സ്പെഷ്യലായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഇവനാണ് കേട്ടോ. ബെല്ലാരി ചിക്കൻ ഇത് ലെഗ് പീസാണ്. ലെഗ് പീസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ലെഗ് പീസിന് ഒരു 1 നമ്പർ സാധനം. ഇൻട്രസ്റ്റിംഗ്, വെരി ഇംപ്രസിംഗ് സാധനം. അപ്പോൾ ഗൈസ് ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന് നമുക്ക് അറിയണ്ടേ. നമുക്ക് കഴിച്ചു നോക്കാം ബെല്ലാരി ചിക്കൻ. ബെല്ലാരി എന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം പോത്തുംകാലായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് നല്ല 1 തരം കോഴിക്കാലാണ്. കഴിച്ചപ്പോൾ എൻ്റെ പൊന്നളിയ, എൻ്റെ പിടി വിട്ടുപോയി. എൻ്റെ ഉള്ളിലെ കോഴി വരെ പുറന്നു പോയെന്ന് പറയാം. അമ്മാതിരി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ ടേസ്റ്റ് വിവരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം കൊല്ലം ഭാഗത്തൊക്കെ ചിക്കൻ ഫ്രൈ കഴിച്ചവർക്കറിയാം. ചിക്കൻ ഫ്രൈയുടെ കൂടെ ഒരു മുരി എന്നൊരു സാധനം അതിൻ്റെ മസാല ഇങ്ങനെ ഫ്രൈ ചെയ്ത് തരാറുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും പച്ചമുളക് കീറിയിട്ട് അങ്ങനെ തരാറുണ്ട്. ഇവിടെ പച്ചമുളക് കറിവേപ്പിലയും മിസ് ചെയ്തേ ഉള്ളൂ. ഗ്രേവിയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ആ ചിക്കനൊക്കെ ഭയങ്കര ഫ്ലേവർഫുള്ളായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. സുന്ദരി പറഞ്ഞാൽ വെറും സുന്ദരി എന്നല്ലേ, സുന്ദരി പുട്ടാട്ടാ. ഇതാണ് നമ്മുടെ സുന്ദരി പുട്ട്. പുട്ടും ബീഫും ചിക്കനും മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു എഗ്ഗ് കൂടി വെച്ചിട്ട് വീട്ടിലെ മാത്രം ഐറ്റംസാണ്. ഇതാണ് സുന്ദരി പുട്ട്. അപ്പോൾ ഈ സുന്ദരപ്പുട്ട് എന്ന പേരിലെ കൗതുകം കൊണ്ടാണ് നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്തത്. ഒരു രക്ഷയുമില്ല, സത്യം പറയാലോ. വാഴയില തുറന്നപ്പോൾ കിട്ടിയ ഒരു മണം, അതിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇത് കഴിച്ചു നോക്കിയപ്പോഴാണ് ആ സത്യം എനിക്ക് മനസ്സിലായത്. ഇത് സുന്ദരപ്പുട്ടല്ല, ഇതൊരു രാജകുമാരി പുട്ടാണെന്നുള്ളത്. ഭയങ്കര ഒരു ഫ്ലേവറായിരുന്നു. ഞാൻ പുട്ടിൻ്റെ പല വെറൈറ്റികൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു പുട്ട് കഴിച്ചിട്ടില്ല. കാര്യം ഇതിൽ ബീഫ്, ചിക്കൻ നോർമൽ അല്ല, ഇവരുടെ സ്പെഷ്യൽ ഡിഷസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ചെയ്യുന്നത്. കൂടാതെ തന്നെ എഗ്ഗ്, പപ്പടമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു സംഭവമായിരുന്നു. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്, ആരും മിസ് ചെയ്യരുത്. സ്പോട്ട് അറിയാമല്ലോ, ഇടുക്കി ഗോൾഡ് നമ്മുടെ അബുദാബിയിലുണ്ട്, ഹംദാൻ സ്ട്രീറ്റിലാണുള്ളത്, മുസഫയിലും ഉണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ ശരി, നന്ദിയുണ്ടേ. താങ്ക് യു ഫോർ വാച്ചിങ്.